ഓം ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ശുഭദിനം നേരുന്നു. നമുക്കിന്ന് ശ്രീകൃഷ്ണൻ്റെ കഥകൾ കേൾക്കാം. ആ ഗുരുവായൂരപ്പൻ്റെ തന്നെ നമുക്കറിയാം. നാളെ കൂടെ കഴിഞ്ഞാൽ മറ്റന്നാൾ അഷ്ടമി രോഹിണിയാണ്. നാളെ കഴിഞ്ഞ് അപ്പോൾ ആ ജന്മാഷ്ടമി നാടും നഗരവും എല്ലാ ആബാലവൃദ്ധം ജനങ്ങളും കൊണ്ടാടുന്ന ഉത്സവമാണ്. ഭഗവാന്റെ അവതാര ദിവസം നമുക്കും കൊണ്ടാടേണ്ടത്. ഞാൻ വിചാരിച്ചു കുംഭകർണൻ്റെയും രാവണൻ്റെയും കഥ പറഞ്ഞുകൊണ്ടിരിക്കാതെ നമുക്കിനി ആ അവതാര ദിവസം വരെ കൃഷ്ണൻ്റെ കഥകൾ പറയാമെന്ന് വിചാരിച്ചു. ഭാഗവതത്തിൽ നിന്നുള്ള കഥകളുണ്ട്, ജന്മാഷ്ടമിയെ പറ്റിയുള്ള വിശേഷപ്പെട്ട വാർത്തകളുണ്ട്. പിന്നെ അന്നത്തെ ദിവസം നമുക്ക് ആൺകുഞ്ഞ് വേണമെങ്കിൽ അല്ലെങ്കിൽ പെൺകുഞ്ഞ് വേണമെങ്കിൽ എന്നാഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് അച്ഛന്മാരും അമ്മമാരും ഉണ്ടാകും. അതുപോലെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഉണ്ടാകും, സഹോദരന്മാരും സഹോദരികളും ഉണ്ടാകും. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ 2 പെൺകുഞ്ഞുങ്ങൾ മാത്രമുള്ളവർക്ക് ഭയങ്കര ദുഃഖമാണ്. ആൺകുഞ്ഞുങ്ങളില്ലല്ലോ എന്നുള്ള ദുഃഖം. വാസ്തവത്തിൽ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ദൈവം തരുന്നതാണ്. ആൺകുട്ടികളെക്കാൾ മിടുക്കികളായിട്ട് പെൺകുട്ടികൾ വരുന്നതുകൊണ്ട് ഇപ്പോഴൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള നല്ല സാമർഥ്യമുള്ള പെൺകുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ. പക്ഷേ എന്നിരുന്നാലും ഒരു ആൺകുഞ്ഞ് വേണമെന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. അത് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ആചാരങ്ങളുടെ ഭാഗമായിട്ടാണെങ്കിലും ഇപ്പോൾ നമ്മൾ പറയും എന്ന നരകത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്ന പിതാവിനെ, ആ ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ. ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കാനായിട്ട് ഒരു ആൺകുഞ്ഞ് വേണം. അതില്ലാത്തവരിഷ്ടം പോലെയുണ്ട്. പക്ഷേ എനിക്കൊരു ചെറിയ ഇൻഫർമേഷൻ ഉണ്ട് എൻ്റെ കയ്യിൽ. അത് ഷെയർ ചെയ്ത് ഞാൻ എൻ്റെ അനുഭവത്തിലും അതുപോലെ എനിക്ക് പരിചയമുള്ള എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ എല്ലാം, അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരാൾ പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കൺസീവ് ചെയ്യുന്ന ദിവസം മുതൽ ഞാനത് നോക്കിയിട്ട് എനിക്കതിൻ്റെ ഫലം ശരിയായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. പണ്ടൊക്കെ സ്കാൻ ചെയ്യാതെ തന്നെ നമുക്കിതറിയാമായിരുന്നു. അതായത് എനിക്ക് ഈ അറിവ് കിട്ടിയിട്ട് വർഷങ്ങളായി. ഇപ്പോൾ ഒരാൾ കൺസീവ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ സഹപ്രവർത്തകരാണെങ്കിലും ഞാൻ ഈ വിവരം വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്കറിയാൻ പറ്റിയിട്ടുണ്ട് അത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന്. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് അഷ്ടമി രോഹിണിയുടെ അന്ന് ഒരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കമൻറ്റ് ബോക്സിൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് അത് പറയാം. അത് വളരെ അങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങനെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ അതെനിക്ക് ശരിയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും അത് മറ്റുള്ളവരെങ്ങനെ കാണും എന്നെനിക്കൊരു ശങ്കയുണ്ട്. എന്നിരുന്നാലും ഞാനിത് ഷെയർ ചെയ്യാൻ തയ്യാറാണ്. പിന്നെ ഇന്ന് നമുക്ക് അഷ്ടമി രോഹിണിയിലേക്ക് തിരിച്ചു വരാം. ഭഗവാന്റെ ജന്മനാളാണ്, ജന്മദിവസമാണ്, അവതാര ദിവസമാണ്. ലോകം മുഴുവനും കൊണ്ടാടും. മലയാളികൾ എവിടെയുണ്ടോ, മലയാളികൾ മാത്രമല്ല, നമ്മുടെ ഭാരതത്തിൽ ആ യാദവ വംശത്തിൽ വന്ന് പിറന്ന ആ ഭഗവാൻ അവതാരമെടുത്ത് ഭൂമിയിലേക്ക് വന്നത് സജ്ജനങ്ങളെ രക്ഷിക്കുന്നതിനും ദുർജനങ്ങളെ ശിക്ഷിക്കുന്നതിനുമായി. അങ്ങനെ കാലാകാലങ്ങളിൽ ഭഗവാൻ ആ വിശുദ്ധ സത്യസ്വരൂപനായ ചൈതന്യ പരബ്രഹ്മമൂർത്തി ആ ചരാചരങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായിട്ട് എത്രയോ അവതാരങ്ങൾ എടുത്തിരിക്കുന്നു. ഭഗവാൻ നമുക്കറിയാം, പണ്ട് മത്സ്യം, കൂർമ്മം, വരാഹം, നൃസിംഹം, അതുപോലെ വാമനൻ, ശ്രീരാമൻ, പരശുരാമൻ, ബലരാമൻ, ഇങ്ങനെ തുടങ്ങിയ അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. മത്സ്യം, കൂർമ്മ, വരാഹസ്, നൃസിംഹശ്ച വാമന, രാമോ രാമശ്ച കൃഷ്ണ കൽക്കി ജനാർദ്ദന, അങ്ങനെ 10 അവതാരങ്ങളും ഭഗവാന്. കൽക്കി അവതാരം ഇനി എടുക്കുമെന്ന് പറയപ്പെടുന്നു കലിയുഗത്തിൽ. അപ്പം നമുക്ക് ആ ഭഗവാന്റെ ഈ അവതാര ദിവസമാണ് ആ ഭഗവാൻ ഭൂമിയിലേക്ക് വരുന്നത്. നമുക്കും ആഘോഷിക്കണ്ടേ എന്തായാലും. അപ്പോൾ നമ്മൾ ശ്രീകൃഷ്ണനായാലും ശ്രീരാമനായാലും പരശുരാമനായാലും അതുപോലെ ബലരാമനാണെങ്കിലും വാമനനാണെങ്കിലും നൃസിംഹമാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഓം വിഷ്ണവേ നമഃ. മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കാരണം എല്ലാം മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. വിഷ്ണു എന്ന വാക്കിനർത്ഥം തന്നെ സർവത്ര വ്യാപിച്ചിരിക്കുന്നവനെന്നാണ്. ജഗത്തിൽ ഈ ജീവാത്മാക്കളുടെ എല്ലാം നാഥൻ സർവേശ്വരനായ ഭഗവാൻ മഹാവിഷ്ണു തന്നെ. ആ ലോക സംരക്ഷണത്തിൻ്റെ ചുമതല ഭഗവാൻ മഹാവിഷ്ണുവിനാണല്ലോ.
അപ്പോൾ ബ്രഹ്മാണ്ടമാകെ വിഷ്ണുമയമെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണുരാകാശ ഉച്യതേ സ്ഥാവരം ജംഗമം വിഷ്ണു സർവം വിഷ്ണുമയം ജഗത്. എല്ലായിടത്തും വിഷ്ണുമയമാണ്. അതായത് സ്ഥാവര ജംഗമങ്ങളിലും വിഷ്ണു, സർവം വിഷ്ണുമയമാണ്. ലോകം മുഴുവനും ജലത്തിലും വിഷ്ണു, അതുപോലെ തന്നെ സ്ഥലത്തിലും വിഷ്ണു, എല്ലായിടത്തും വിഷ്ണുമയം, സർവവ്യാപിയാണ് ഭഗവാൻ. അങ്ങനെ അഷ്ടമിരോഹിണി നമുക്കറിയാം, വരുന്ന ഓഗസ്റ്റ് 26 ചിങ്ങമാസം 10 തിങ്കളാഴ്ച, കാർത്തിക നക്ഷത്രം 24 നാഴിക നേരമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ രോഹിണിയാണ്. രോഹിണി നക്ഷത്രം തുടങ്ങും. അന്നത്തെ ദിവസത്തിൻ്റെ ആ പ്രത്യേകത ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അന്നത്തെ ദിവസമാണല്ലോ നമ്മൾ അഷ്ടമി രോഹിണിയായിട്ട് ആഘോഷിക്കുന്നത്. നാട് മുഴുവനും ആഘോഷിക്കും. അപ്പോൾ നമുക്ക് ആ അവതാര രഹസ്യം എന്താണെന്ന് നോക്കാം. അതുപോലെ തന്നെ നമുക്കറിയാം ഭഗവാൻ കൃഷ്ണൻ ആ പിതൃഗ്രഹം ഉപേക്ഷിച്ചത് എന്തിനാണ്, എന്തിനു മധുരയിലേക്ക് പോയി, ആ ബന്ധുക്കളോടുകൂടി ഭഗവാൻ എവിടെ താമസിച്ചു, ഗോകുലത്തിലും മധുരയിലും താമസിക്കുന്ന കാലത്ത് ഭഗവാന്റെ ലീലകൾ എന്തെല്ലാമായിരുന്നു. അങ്ങനെ ഇനി ആ ദേവകിയുടെ ഉദരത്തിൽ നിന്നും 8ാമത്തെ പുത്രനായിട്ടാണ് ജനിച്ചതെന്ന് നമുക്കറിയാം. പക്ഷേ രോഹിണിയുടെ പുത്രനായ ബലരാമന് എന്താണ് ദേവകിയുടെ ഗർഭവുമായി ബന്ധം? ആ ഭഗവാൻ കൃഷ്ണൻ എന്തൊക്കെ ലീലകളാണ് ചെയ്തിട്ടുള്ളത്, ആ കുസൃതികൾ എന്തൊക്കെയാണ്? ആ ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ ഉദ്ദേശം കംസവധമായിരുന്നുവോ, അതോ വേറെ എന്തെങ്കിലും ഉണ്ടോ? കംസവധത്തിന് പിന്നിൽ എന്തായിരുന്നു ഉദ്ദേശം, കാരണം? സ്വന്തം അമ്മാവനായ കംസനെ എന്തിന് ശ്രീകൃഷ്ണൻ വധിക്കണം? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് തുടങ്ങാം. ഇത് ഭാഗവതത്തെ ആസ്പദമാക്കി, അല്ലെങ്കിൽ ഭാഗവതത്തിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ് ഈ കഥ. ഭഗവാൻ മനുഷ്യനായി മനുഷ്യാകാരം കൊണ്ട് എത്ര കാലം മധുരയിൽ വസിച്ചിട്ടുണ്ടെന്ന് എത്ര പേർക്കറിയാം? അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ, ഗോപികമാരുമായിട്ടുള്ള ലീലകൾ, എല്ലാറ്റിനും ഉപരി ആ ഉണ്ണിക്കണ്ണൻ്റെ കണ്ണിന് ആനന്ദം പകരുന്ന കർണാനന്ദകരമായ കുസൃതികളെല്ലാം കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നാളെ കഴിഞ്ഞ് ഭഗവാന്റെ ജന്മദിനമാണല്ലോ. അപ്പോൾ നമുക്ക് ഇന്ന് തുടങ്ങിയിട്ട് ഇന്നും നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ അവതാരം പറയാൻ പാകത്തിന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആ ഭഗവാനിൽ ദൃഢഭക്തി ഉണ്ടാകുന്നത് ഒന്ന് മാത്രമാണ് മനുഷ്യരായ നമുക്കെല്ലാവർക്കും ശ്രേയസ്സിനുള്ള ഏക മാർഗം. ആ പാതാരവിന്ദങ്ങളിലുള്ള ഭക്തി നമ്മയെല്ലാം ഗംഗാജലം പോലെ ശുദ്ധീകരിക്കുമെന്നാണ് പറയുന്നത്. അത് ഏകദേശം ശരി തന്നെയാണെന്ന് അനുഭവമുള്ളവർക്ക് മനസ്സിലാവും, ഭഗവാനിൽ ആശ്രയിക്കുന്നവർക്ക്. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. പണ്ട് ഭൂമിയിലെ ദൈത്യ രാജാക്കന്മാരുടെ ഭാരം സഹിക്കാനാവാതെ ഭൂമിദേവി ഒരു ഗോരൂപമുണ്ട് പശുവിൻ്റെ രൂപത്തിൽ ബ്രഹ്മദേവനെ കണ്ട് ബ്രഹ്മദേവൻ്റെ മുമ്പിലെത്തി എല്ലാ ദുഃഖവും പറയുകയാണ്. ഭൂമിദേവിയുടെ ദുഃഖം മനസ്സിലാക്കിയ ബ്രഹ്മാവ് ശിവനോടും ദേവന്മാരോടും കൂടി പാലാഴിയുടെ കരയിലെത്തി ആദിപുരുഷനായ ഭഗവാൻ വിഷ്ണുവിനെ പുരുഷസൂക്തം ചൊല്ലി സ്തുതിക്കുകയാണ്. ഇത് തന്നെയാണ് ത്രേതായുഗത്തിൽ ശ്രീരാമൻ്റെ കഥയിലും ഇതേ സന്ദർഭം, ഇതേ വാക്കുകൾ തന്നെയാണ്. ഗോരൂപമുണ്ട് തന്നെ ഭൂമിദേവി നിന്നും ബ്രഹ്മദേവനോട് സങ്കടം ഉണർത്തിക്കുന്നു. ബ്രഹ്മദേവൻ മറ്റ് ദേവന്മാരോടുകൂടി പാലാഴിയിൽ ചെന്ന് ഭഗവാൻ വിഷ്ണുവിനോട് സങ്കടം ഉണർത്തിക്കുന്നു. ഭഗവാൻ വിഷ്ണു അതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് സമ്മതിക്കുന്നു. അതായത് ദശരഥൻ്റെ പുത്രനായി ജനിക്കാമെന്ന്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളേ ആയുള്ളൂ. നമുക്ക് തിരിച്ച് കൃഷ്ണകഥയിലേക്ക് തന്നെ വരാം. ഇങ്ങനെ വിഷ്ണു പുരുഷ സൂക്തം ചൊല്ലി എല്ലാ ദേവന്മാരും സ്തുതിക്കുകയാണ്. ഇങ്ങനെ ബ്രഹ്മദേവൻ ഭഗവാനെ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഭഗവാന്റെ ഇച്ഛ എന്താണോ ഭഗവാൻ ആഗ്രഹിച്ചത് അത് അശരീരി രൂപത്തിൽ കേൾക്കുകയാണ്. അശരീരി എന്ന് പറഞ്ഞാൽ അറിയാം, ശരീരമില്ലാത്ത വാക്കുകൾ മാത്രമായിട്ട് കേൾക്കുന്നതിനെയാണ് അശരീരി എന്ന് പറയുന്നത്. അപ്പോൾ അശരീരിയായിട്ട് കേൾക്കുന്നു. ആ കേട്ടത് ബ്രഹ്മദേവൻ മാത്രമാണ്. അതുകൊണ്ട് ആ കേട്ടതായ വാക്കുകൾ മറ്റ് ദേവന്മാരോട് പറയുകയാണ് ബ്രഹ്മദേവൻ. അല്ലയോ ദേവന്മാരെ, ഭഗവാൻ ഇപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു. ഭൂമിയിൽ നിന്നും അധർമ്മം തുടച്ചു നീക്കി ധർമ്മം നിലനിർത്തുന്നതിനായി ഭൂമിയിൽ അവതരിക്കുന്നതിന് ഭഗവാൻ മുൻപേ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഭഗവാൻ ആ പരമഭക്തനും സാധുവുമായ വസുദേവരുടെ ഗൃഹത്തിൽ ദേവകിയുടെ മകനായിട്ട് ജനിക്കും. അദ്ദേഹത്തെ സഹായിക്കാനായി നിങ്ങളും യദുവംശത്തിൽ ചെന്ന് ജന്മമെടുക്കണം. ഭഗവാന് പ്രിയപ്പെട്ടവരായിട്ട് അപ്സര സ്ത്രീകളും യാദവ വംശത്തിൽ ജനിക്കട്ടെ.
സന്തത സഹചാരിയായ ആ അനന്തൻ ആദ്യമേ തന്നെ ആദിശേഷൻ്റെ അംശമായിട്ട് മധുരയിൽ പോയി ജനിക്കും. ആ മോഹിനിയായ മായയും ഭൂമിയിൽ പിറവിയെടുക്കും. ദേവന്മാരോട് ഇപ്രകാരം പറഞ്ഞിട്ട് ബ്രഹ്മദേവൻ സത്യലോകത്തേക്ക് മടങ്ങിപ്പോവുകയാണ്. യാദവശ്രേഷ്ഠനായ ശൂരസേനനായിരുന്നു മധുരാപുരിയുടെ അധിപൻ. ആ ശൂരസേനൻ്റെ പുത്രനായ വസുദേവരാണ് ഉഗ്രസേനൻ്റെ മകളായ ദേവകിയെ വിവാഹം ചെയ്തത്. ഉഗ്രസേനൻ അന്നത്തെ കാലത്ത് സ്ത്രീധനമായിട്ട് സ്വർണം കെട്ടിയ 15,000 കുതിരകൾ, 400 ആനകൾ, 1800 തേരുകൾ, 200 ദാസിമാർ, ഇത്രയുമാണ് വസുദേവർക്ക് നൽകിയത്. അന്നും സ്ത്രീധന സമ്പ്രദായമൊക്കെ ഉണ്ടല്ലേ. ദേവകിയോട് അതിരറ്റ സ്നേഹമായിരുന്നു സഹോദരനായ കംസന്. പ്രിയപ്പെട്ട സഹോദരി. അതുകൊണ്ട് കംസൻ തന്നെ വധൂവരന്മാരെ തേരിൽ കയറ്റിയിട്ട് തേര് തെളിക്കുകയാണ്. വളരെ ആഘോഷത്തോടു കൂടി വാദ്യഘോഷങ്ങളോടെ ഘോഷയാത്രയായിട്ട് വരൻ്റെ ഗൃഹത്തിലേക്ക് യാത്രയായി എല്ലാവരും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആകാശത്തു നിന്നും വീണ്ടും അശരീരി കേൾക്കുന്നു. ഹേ ദുഷ്ടനായ കംസ, ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കും, അല്ലെങ്കിൽ നിൻ്റെ അന്തകനായി തീരും എന്ന്. ഇത് കേട്ട് ഭയഭീതനായി എന്ന് മാത്രമല്ല കോപിഷ്ഠനായിട്ട് കോപത്താൽ വിറച്ചുകൊണ്ട് ആ കംസൻ തേരിൽ നിന്നും ചാടിയിറങ്ങി ദേവകിയും വലിച്ച് അടിച്ച് ആ മുടിയിൽ കുത്തിപ്പിടിച്ച്, സമൃദ്ധമായ മുടിയാണ് ദേവകിക്ക്, അതിസുന്ദരിയുമാണ്. ആ ദേവകിയെ വധിക്കാനായിട്ട് വാളോങ്ങി. ഉടനെ വസുദേവർ ചാടി മുമ്പിൽ കയറി നിന്നിട്ട് ഈ കംസനെ തടഞ്ഞിട്ട് പറയുകയാണ് വളരെ വിനീതനായിട്ട്, ഹേ മഹാത്മാവേ, അങ്ങ് ഭോജവംശത്തിൻ്റെ യശസ് വർദ്ധിപ്പിച്ചവനും വീരശൂര പരാക്രമികളാൽ വരെ ആദരിക്കപ്പെടുന്നവനുമാണല്ലോ. അങ്ങനെയുള്ള ഭവാൻ കേവലം അബലയായ ഒരു സ്ത്രീയെ, അതും അങ്ങയുടെ സ്വന്തം സഹോദരിയെ വിവാഹവേളയിൽ വധിച്ചു കളയുന്നത് ധർമ്മമാണോ? സർവ്വ ജീവജാലങ്ങളെയും ജന്മം മുതൽ മൃത്യു പിന്തുടരുന്നുണ്ട്. എന്തായാലും എന്ന് ജന്മമെടുക്കുന്നവൻ ഒരിക്കൽ മരിച്ചേ തീരൂ. ആ മൃത്യു കൂടെ തന്നെ ഉണ്ട്. ആ ദേഹനാശത്തോടുകൂടി കർമ്മബദ്ധനും അസ്വതന്ത്രനുമായിരുന്ന ദേഹി, ആ ദേഹി എന്നിവിടെ ഉദ്ദേശിക്കുന്ന ആത്മാവിനെയാണ്. ആ ആത്മാവ് പുതിയ ശരീരത്തെ സ്വീകരിക്കുകയാണ്, അതായത് അടുത്ത ജന്മം. അതുകൊണ്ട് ബുദ്ധിമാനായവൻ ഒരിക്കലും പരദ്രോഹം ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവനെ ഒരിക്കലും ഭയം വിട്ടൊഴിയുകയില്ലെന്ന് മാത്രമല്ല അധർമ്മിയായി തീരുകയും ചെയ്യുന്നു. ഇവൾ അങ്ങയുടെ സഹോദരിയല്ലേ? സഹോദരി പുത്രിക്ക് സമമാണ്, ബാലികയാണ്. അങ്ങനെയുള്ള ഇവളെ വധിക്കുന്നത് രാജനീതിക്ക് നിരക്കുന്നതാണോ? കംസന് ഏത് ഇളക്കം ഉണ്ടായില്ല വസുദേവരുടെ ഈ വാക്കുകളൊന്നും കേട്ടിട്ട്. ദേവകിയെ വധിക്കുമെന്ന തീരുമാനത്തിൽ നിന്നും പിന്തിരിയാൻ തയ്യാറായതുമില്ല. വസുദേവർ ഇപ്രകാരം ചിന്തിക്കുകയാണ്, ബുദ്ധിയുള്ളവൻ മൃത്യുവിൽ നിന്നും രക്ഷപ്പെടാൻ തൻ്റെ ശക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് മാർഗം കണ്ടുപിടിച്ച് സ്വയം രക്ഷപ്പെടണം. എന്നിട്ടും സാധിച്ചില്ലെങ്കിൽ ദൈവഹിതമെന്ന് കരുതി സമാധാനിക്കണം. ദേവകിയെ മൃത്യുവിൽ നിന്നും രക്ഷിക്കാനായി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതെൻ്റെ കർത്തവ്യമാണ്. അവൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ കംസനെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞ് നോക്കാം. നടന്നില്ലെങ്കിൽ ദൈവഹിതം എന്ന് കരുതി സമാധാനിക്കാം. അങ്ങനെ വിചാരിച്ച് വസുദേവർ പറയുകയാണ്, അതായത് ഈ പ്രവർത്തിക്കാതിരുന്നു എന്ന് വേണ്ട, പറഞ്ഞു നോക്കാം. കംസൻ അത് സ്വീകരിക്കുന്നെങ്കിൽ സ്വീകരിക്കട്ടെ എന്ന് വിചാരിച്ച് കംസനോട് പറയുകയാണ്. ഇങ്ങനെ അല്ലയോ മഹാത്മാവേ, ഇവൾ എന്തു പിഴച്ചു അങ്ങയോട്? ഇവൾ അങ്ങയുടെ പ്രിയ സഹോദരിയല്ലേ? അവളുടെ നിഷ്കളങ്കമായ മുഖത്തേക്ക് ഒന്ന് നോക്കൂ. അല്പസമയം മുമ്പ് നെറുകയിൽ മുകർന്ന് ഭർത്തൃഗ്രഹത്തിലേക്ക് ആശീർവദിച്ചയച്ചത് ഈ സഹോദരിയല്ലേ? ഈ പ്രിയ സഹോദരിയെ വധിക്കാൻ എങ്ങനെ അങ്ങേക്ക് തോന്നി? അങ്ങയുടെ ഹൃദയം പാഷാണമായി മാറിയോ? അല്പം ദയ കാണിക്കില്ലേ പ്രഭു? കംസൻ അടങ്ങുന്ന ലക്ഷണമൊന്നും കണ്ടില്ല. ദേവകിയെ വധിച്ചേ അടങ്ങൂ എന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു കംസൻ. വസുദേവർ വീണ്ടും പറയുകയാണ്, മഹാപ്രഭു, ദേവകിക്ക് ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരാം. അങ്ങനെ അങ്ങേക്ക് രക്ഷ പ്രാപിക്കാം. ഇത് കേട്ടതും കംസൻ ദേവകിയുടെ മുടിയിൽ നിന്നും പിടിവിട്ടു. സന്തുഷ്ടനായ വസുദേവർ കംസനെ പ്രശംസിച്ച് സംസാരിച്ചതിന് ശേഷം ദേവകിയുമൊത്ത് സ്വഗൃഹത്തിലേക്ക് പോയി. ദേവകി ഓരോ വർഷവും 1 വീതം കുഞ്ഞുങ്ങളെ പ്രസവിച്ചു എന്നാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആദ്യം ജനിച്ച കുഞ്ഞിന് കീർത്തിമാൻ എന്നാണ് പേര് നൽകിയത്. കംസന് കൊടുത്ത വാക്കിനെ മാനിച്ച് സത്യസന്ധതയോടെ, വസുദേവർ സത്യസന്ധനായിരുന്നു, അങ്ങനെ
ആ മൂത്ത പുത്രൻ ആദ്യ പുത്രനെയും എടുത്ത് കംസൻ്റെ വസതിയിലേക്ക്, കംസൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിക്കുകയാണ് വസുദേവർ. അങ്ങനെ കംസൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കുഞ്ഞിനെ വെച്ചു. വസുദേവരുടെ സത്യസന്ധതയിൽ സന്തുഷ്ടനായ കംസൻ പുഞ്ചിരിയോടെ പറയുകയാണ് വസുദേവരോട്, ദേവകിയുടെ അഷ്ടമപുത്രൻ, അതായത് 8ാമത്തെ പുത്രൻ എന്നെ വധിക്കുമെന്നാണല്ലോ അശരീരി ഉണ്ടായത്, അതുകൊണ്ട് ഇവനെ കൊണ്ടുപോയി നിങ്ങൾ വളർത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞു. ആ കംസൻ്റെ ദയയിൽ സംശയമുണ്ടായിരുന്ന വസുദേവർ കുഞ്ഞിനെയും കൊണ്ട് സ്വന്തം ഗ്രഹത്തിലേക്ക് പോയി. ഇതിന് ശേഷം നാരദ മുനി കംസനെ സന്ദർശിക്കുകയാണ് കംസൻ്റെ കൊട്ടാരത്തിൽ. കംസനോട് പറയുകയാണ്, കംസ, ദൈത്യാംശജന്മാരായ രാജാക്കന്മാരെ വധിച്ച് ഈ ഭൂമിയുടെ ഭാരം തീർക്കാനായി ശ്രീഹരി ദേവകീപുത്രനായി അവതരിക്കും. യദുക്കളും ദേവകിയും, യദുക്കളെന്ന് ഉദ്ദേശിക്കുന്ന യാദവ വംശത്തിൽ പിറന്നവരാണ്. ദേവകിയും വസുദേവരും എല്ലാം ദേവാംശജാതരാണ്. അതുകൊണ്ട് ഭവാൻ ദേവകിയുടെ പ്രഥമ പുത്രനെ വധിക്കാതെ വിട്ടത് ശരിയായില്ല. ഈ നാരദരാണ് ഏഷണി കൂട്ടുന്നത് എന്ന് പറയുന്നത് എത്ര ശരിയാണെന്ന് നോക്കിയപ്പോൾ ആവും. അവരുടെ ആദ്യത്തെ കൺമണിയെ തിരിച്ചു കൊടുത്തയച്ചു. അവരെന്തുമാത്രം സന്തോഷിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഈ നാരദൻ്റെ വാക്ക് കേൾക്കുമ്പോൾ കംസൻ എന്ത് ചെയ്യുമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ വസുദേവരോട് ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഭവാൻ ദേവകിയുടെ പ്രഥമ പുത്രനെ വധിക്കാതെ വിട്ടത് ശരിയായില്ല. ശത്രു ഏത് മാർഗത്തിലൂടെയാണ് വരുന്നതെന്ന് പറയാൻ കഴിയില്ല. ഇത്രയും പറഞ്ഞിട്ട് നാരദമുനി യാത്രയായി. നാരദമുനിയുടെ വാക്കുകളെക്കുറിച്ച് കംസൻ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ദേവകിയുടെ കുഞ്ഞിനെ വധിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. എന്നിട്ട് അനന്തരം കംസൻ ദേവകിയെയും വസുദേവരെയും കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്തു. ഈ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആളുകൾ എന്തും ചെയ്യും അല്ലേ? ഇവിടെയും സ്വാർത്ഥചിത്തരും ലോഭികളുമായ രാജാക്കന്മാർ സ്വന്തം പിതാവിനെയും സ്വന്തം സഹോദരങ്ങളെയും വരെ വധിക്കാൻ മടി കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇവിടെ കംസൻ്റെ പൂർവ്വജന്മം എന്ന് പറഞ്ഞാൽ കാലനേമി എന്ന അസുരനായിരുന്നു. നമുക്കറിയാം, രാമായണത്തിൽ നമ്മൾ കാലനേമിയെ കണ്ടു. ഹനുമാൻ കൈലാസപർവ്വത ഋഷഭാദ്രിയിലേക്ക് മൃതസഞ്ജീവനെ കൊണ്ടുവരാൻ പോകുമ്പോൾ ഇടയ്ക്ക് രാവണൻ പറഞ്ഞയച്ചതാണ് കാലനേമിയെ. ഹനുമാൻ്റെ മാർഗം മുടക്കി മാർഗവിഘ്നം വരുത്താൻ വേണ്ടി അയക്കുന്ന രാക്ഷസനാണ് കാലനേമിയെ. എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കാലനേമിയുടെ അനന്തരജന്മമാണ് ഈ കംസൻ. ആ പൂർവജന്മ വൃത്താന്തം കൂടി അറിഞ്ഞു കഴിഞ്ഞതോടെ കംസൻ യാദവന്മാരെ എല്ലാം ഒന്നൊന്നായിട്ട് കൊന്നുമുടിക്കാൻ തുടങ്ങി. അതുകൂടാതെ സ്വന്തം പിതാവായ ഉഗ്രസേനനെ കൂടി കാരാഗ്രഹത്തിൽ അടയ്ക്കുകയാണ്. ഇവിടെ ഇത്രയും ശ്രീകൃഷ്ണ അവതാരത്തിൻ്റെ ഉപക്രമമാണ് ഇത്. അതിൻ്റെ ഒരു ഭൂമിക എന്ന് പറയാം. ഇനിയാണ് ബാക്കി ഭാഗങ്ങൾ. അപ്പം ദേവകിക്ക് ഒരു കുഞ്ഞുണ്ടായി. ഇനി അടുത്ത കുഞ്ഞുങ്ങളൊക്കെ ജനിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇത്രയും ആ 1-ാം അധ്യായമാണ്. ശ്രീകൃഷ്ണാവതാരം ദശമസ്കന്ധത്തിലാണ് തുടങ്ങുന്നത് ഭാഗവതത്തിൻ്റെ. അതിൻ്റെ 1-ാം അധ്യായമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിൽ നോക്കാം. 1-ാം ദിവസം ഇത്രയും മതി. ഇനി ഞാൻ ആ അഷ്ടമിരോഹിണി വ്രതം നോക്കുന്നത് കൊണ്ട് ഉള്ള ആ ഫലം ഞാനൊന്ന് പറയാം. അന്നത്തെ ദിവസം വ്രതം നോക്കുന്നവർ വീടൊക്കെ നല്ല വൃത്തിയായി അടിച്ചു വാരി തെളിച്ച് വൃത്തിയായി നമ്മൾ രാവിലെ കുളിച്ച് ക്ഷേത്ര ദർശനമൊക്കെ നടത്തി ഭഗവാന്റെ കീർത്തനങ്ങളൊക്കെ പാടി അന്നത്തെ ദിവസം ഉപവാസം എടുത്ത് ഭഗവത് സ്മരണയിൽ കഴിയണം എന്നാണ്. അതുപോലെ രാത്രിയിൽ ഉറങ്ങാതിരുന്ന് ഭഗവാനെ സ്തുതിച്ച് അങ്ങനെ ഇരിക്കുന്നതാണ് നന്ന്. ഇനി അഷ്ടമിരോഹിണി വ്രതം അറിയാതെ പോലും നമ്മൾ അത് അനുഷ്ഠിച്ചാലുള്ള ഫലമാണ്. ഇതൊരു ചെറിയ കഥയാണ്. അഷ്ടമിരോഹിണി വ്രതം അനുഷ്ഠിച്ച് സ്വർഗം പ്രാപിച്ച ഒരു മഹാരാജാവായിരുന്നു ചിത്രസേനൻ. അദ്ദേഹം വഴിവിട്ട ജീവിതമാണ് നയിച്ചിരുന്നത്. പരസ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുക, അതുപോലെ തന്നെ ബ്രഹ്മസ്വാപഹരണം നടത്തുക, ബ്രഹ്മഹത്യ നടത്തുക, മദ്യാസക്തനായി കഴിയുക. അങ്ങനെ ഹിംസയിൽ മദ്യാസക്തിയിലൊക്കെ മുഴുകി പാപങ്ങൾക്ക് കുപ്രസിദ്ധി നേടിയാണ് കാലം കഴിച്ചത് എന്നാണ് പറയുന്നത്. ഒരിക്കൽ നായാട്ടിനായി യാത്രയായ ഈ ചിത്രസേനൻ ഒരു കടുവയാണ് കണ്ടത്. അതിന് പിന്നാലെ ഇങ്ങനെ അമ്പും വില്ലുമായിട്ട് പാഞ്ഞ് ആ കടുവ കാട്ടിലങ്ങ് ഓടി മറഞ്ഞു. പക്ഷേ രാജാവിന് വഴിതെറ്റിപ്പോയി, തിരിച്ചു വരാൻ അറിയില്ല. ഇങ്ങനെ ഓടിത്തളർന്ന് ദാഹിച്ചു വലഞ്ഞ് സന്ധ്യ മയങ്ങിയപ്പോൾ വേറെ ഏതോ ഒരു സ്ഥലത്താണ് എത്തിച്ചേർന്നത്. അവിടെ അന്ന് ഇതുപോലെ ജന്മാഷ്ടമി ഉത്സവം നടക്കുകയായിരുന്നു. കുറേ സ്ത്രീകൾ ഇങ്ങനെ വ്രതം നോറ്റ് കൃഷ്ണാരാധനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. രാജാവ് അവരോട് ഭക്ഷണവും വെള്ളവും ചോദിച്ചു. അവർ പറഞ്ഞു, അഷ്ടമിരോഹിണി നാൾ ഭക്ഷണം അരുതെന്ന്.
അപ്പോൾ ആ സ്ത്രീകൾ പറഞ്ഞതനുസരിച്ച് വ്രതകാലം അവസാനിക്കുമ്പോൾ പ്രസാദം വിളമ്പുന്നതാണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് രാജാവ് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഭക്ഷണത്തിന് വേണ്ടി. രാജാവിൻ്റെ സ്വഭാവത്തിന് രാജാവ് അതനുസരിക്കേണ്ടതല്ല, പക്ഷേ അന്ന് എന്തോ രാജാവിന് തോന്നി ഇവർ പറയുന്ന അനുസരിക്കാമെന്ന്. അങ്ങനെ അവർ ഭക്ഷണം കൊടുക്കുന്നത് നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. അവരുടെ ആ പൂജാ ചടങ്ങുകളിലും ഭജനത്തിലും അറിയാതെയെങ്കിലും മനസ്സ് മുഴുകി രാജാവ് ഇരുന്നു. അങ്ങനെ ക്രമേണ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ആ ഭക്തിയുടെ വെളിച്ചം, ആ ഭഗവത് പ്രസാദം ഉണ്ടാവുകയാണ്. വ്രതകാലം പൂർത്തിയായി അവർ പൂജയെല്ലാം കഴിഞ്ഞ് രാജാവിന് പ്രസാദവും തീർത്ഥവും വിളമ്പി അതിനുശേഷം ഫലങ്ങളും അതുപോലെ പാനീയങ്ങളുമൊക്കെ കൊടുത്ത് രാജാവിൻ്റെ വിശപ്പ് മാറ്റുന്നു. ആ മരണാനന്തരം ചിത്രസേന രാജാവ് വിഷ്ണുലോകം പ്രാപിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എത്രയോ വൃത്തികെട്ട ജീവിതമാണ് നയിച്ചിരുന്നത്. എന്നിട്ടും അറിയാതെയെങ്കിലും ആ പൂജയിൽ പങ്കെടുത്തത് കൊണ്ടാണ് രാജാവിന് അങ്ങനെ വിഷ്ണുലോകത്ത് പോകാനുള്ള ഭാഗ്യം സിദ്ധിച്ചത് എന്നാണ് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അഷ്ടമിരോഹിണി വ്രതത്തിന് അത്രമാത്രം ആ ഇഫക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കും അറിയാമല്ലേ, വ്രതമൊക്കെ നിഷ്ഠയോടെ നോക്കിയാൽ നമുക്കതിൻ്റെ ഫലം സിദ്ധിക്കും. അതുപോലെ തന്നെ ഇനി അതിലും മനസ്സില്ലാതെയാണെങ്കിൽ പോലും ഈ പുണ്യാത്മാക്കളുടെ പാദസേവ ചെയ്യുക, ഭഗവത് പ്രസാദം ഉണ്ടാകാൻ വളരെ നല്ലതാണെന്ന് പറയും. അത് നമുക്കെപ്പോഴും നന്മയുണ്ടാകും അങ്ങനെ ചെയ്താൽ. ഒരു ശൂദ്രൻ ആയ ഒരു വ്യക്തി വളരെയധികം പാപങ്ങൾ ചെയ്ത് ജീവിച്ചിരുന്നു. അങ്ങനെ ഈ ശ്രീകൃഷ്ണൻ്റെ ദ്വാപരയുഗത്തിൽ തന്നെ. അപ്പോൾ ആ ആചാരങ്ങളിലും ക്രിയകളിലും ഒക്കെ, അതായത് മതപരമായതാണെങ്കിലും ആചാരപരമായതാണെങ്കിലും എല്ലാ ക്രിയകളും കർമ്മങ്ങളിലും അതിൽ നിന്നെല്ലാം വിമുഖനായിട്ട് വളരെ വൃത്തികെട്ട ജീവിതമാണ് നയിച്ചു വന്നിരുന്നത്. ഇയാൾ ബ്രഹ്മഹത്യ വരെ ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊടിയ പാപങ്ങളും കവർച്ച, പിടിച്ചുപറി, അതുപോലെ ചെയ്യാത്തതൊന്നുമില്ല. ഒരു ദിവസം അയാൾ ചെന്ന് കയറിയത് ഒരു ബ്രാഹ്മണ ഗ്രഹത്തിലായിരുന്നു. കൊള്ളയടിക്കാനാണ് ചെന്ന് കയറിയത്. വളരെ ധനികനായ ഒരു ബ്രാഹ്മണനായിരുന്നു അത്. അവിടെ ഉണ്ടായിരുന്ന ആ ബ്രാഹ്മണന് മുമ്പിൽ ചെന്ന് ആദ്യം സാമം ദാനം ഭേദം ദണ്ഡം എന്നല്ലേ, പ്രായമായ വ്യക്തിയെ കണ്ടപ്പോൾ എന്തായാലും മറ്റൊന്നും ചെയ്യാൻ ഇയാൾക്ക് തോന്നിയില്ല. ഇയാൾ വളരെ ദയനീയ ഭാവത്തിൽ പറഞ്ഞു, എനിക്ക് വിശന്നിട്ട് വയ്യ, കുറച്ച് ചോറ് തന്നാൽ ഉപകാരം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തന്നാൽ മതി, വീടും കൂടുമൊന്നുമില്ല, ഭക്ഷണം തരാനും ആരുമില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ ഇയാളുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, എങ്ങനെയെങ്കിലും അവിടെ നിന്നിട്ട് വധിക്കാനുള്ള ഒരു മനസ്സുണ്ടായില്ല അയാളുടെ ദയനീയ ഭാവം കണ്ടപ്പോൾ. ഇയാൾ ഉറങ്ങിക്കഴിഞ്ഞ് എല്ലാം അടിച്ചു മാറ്റി മോഷ്ടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങാം, ബ്രാഹ്മണൻ ഉറങ്ങിക്കഴിയുമ്പം കൊള്ളയടിക്കാമെന്നാണ് കരുതിയത്. പക്ഷേ ബ്രാഹ്മണൻ പറഞ്ഞു, ഇങ്ങനെ, സ്നേഹിത, ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, എനിക്കും ആരുമില്ല, സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഭക്ഷണത്തിനുള്ള വകയൊക്കെ ഇരിപ്പുണ്ട്, ധനത്തിനും കുറവില്ല, പാകപ്പെടുത്തിൽ കഴിക്കാമെങ്കിൽ നമുക്ക് 2 പേർക്കും കൂടി കഴിക്കാം, എല്ലാം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രാഹ്മണനോടൊപ്പം കൂടി പതുക്കെ വിശ്വാസമെല്ലാം ഉറപ്പിച്ചെടുത്ത് എല്ലാം കട്ടെടുത്ത് കൊണ്ടുപോകാമെന്ന് മനസ്സിലുറപ്പിച്ച് ഈ ശൂദ്രൻ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളൊക്കെ ചെയ്ത് ഭക്ഷണം തയ്യാറാക്കി ബ്രാഹ്മണന് കൊടുത്തു കഴിഞ്ഞ് അങ്ങ് ഉറങ്ങിപ്പോയി. നേരം വെളുത്തു കഴിഞ്ഞപ്പം പിന്നെ മോഷ്ടിക്കാൻ തോന്നിയില്ല. ആളുകളൊക്കെ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ തുടങ്ങി. ആ വീട്ടിൽ ഇങ്ങനെ പുറം പണിക്ക് വരുന്നവരൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ പിറ്റേ ദിവസം രാത്രി മോഷ്ടിക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ അന്നത്തെ ജോലികളും ഈ ശൂദ്രൻ തന്നെ ചെയ്യുന്നു. ഭക്ഷണമൊക്കെ യഥാസമയത്ത് ഉണ്ടാക്കി കൊടുക്കുന്നു, മറ്റു പരിചരണങ്ങളും മുറ പോലെ ചെയ്യുകയാണ്. അങ്ങനെ അയാൾ അറിയാതെ തന്നെ ചെറിയ നന്മയുടെ ആ ഒരു ഭാവം മനസ്സിലിങ്ങനെ ഉദിച്ചു തുടങ്ങി. പിറ്റേ ദിവസം രാത്രി എന്തോ ശബ്ദം കേട്ട് ഇയാൾ ഉണർന്നു കഴിഞ്ഞപ്പോൾ ഒരു കള്ളൻ, ആ കള്ളനെ പിടികൂടാൻ പുറകെ ചെന്നു. കള്ളൻ അത് കണ്ടു. അപ്പോൾ 2 പേരും കൂടെ ഉണ്ടായ മൽപ്പിടുത്തത്തിൽ ഈ ശൂദ്രൻ താഴെ വീണ് ആ കല്ലിൽ തലയടിച്ച് വീണ് മരിക്കുകയാണ്. കള്ളൻ ഓടിപ്പോവുകയും ചെയ്തു. ആ ചുരുങ്ങിയ കാലത്തെ ആ ഒറ്റ ദിവസത്തെ സൽപ്രവൃത്തി കൊണ്ട് അയാൾക്ക് നന്മ കൈവന്നു, വിഷ്ണുലോകം ഗമിക്കാൻ പറ്റിയെന്ന് അടുത്ത ഒരു കഥയും ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അഷ്ടമിരോഹിണി വ്രതം നോക്കുന്നത് എന്തായാലും നമ്മുടെ കുടുംബത്തിലെ ഐശ്വര്യത്തിനും
ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിക്കും വളരെയേറെ നല്ലതാണ്. ശ്രീകൃഷ്ണ കീർത്തനങ്ങൾ പാടി ഉപവസിച്ച് രാവിലെ കുളിച്ച് ഭക്ഷണമൊന്നും കഴിക്കാതെ, ഇനി അസുഖങ്ങളുള്ളവരും അതുപോലെ തന്നെ പ്രായമായവരൊക്കെ ആണെങ്കിൽ ചെറിയ പാനീയങ്ങളോ പഴങ്ങളോ ഒക്കെ കഴിക്കുന്നത് തെറ്റില്ല. അപ്പോൾ രാത്രിയിൽ ഉറങ്ങാതെ ഭഗവത് കീർത്തനങ്ങൾ പാടി ഭഗവത് സ്മരണയോടെ കഴിക്കുക. അങ്ങനെ ഇന്നത്തെ നമുക്ക് ഇവിടെ അവസാനിക്കുക ഈ വീഡിയോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ പറയുന്നതാണ്. എല്ലാവരും കാത്തിരിക്കുക. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ.